ഓക്കെ, AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ അനാലിറ്റിക്സ് സർവീസ് വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രാക്ടൽ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ IPO വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടതാണ് ഈ ഒരു ആൻട്രോപ്പിക്കിൻ്റെ ആ ഒരു ക്ലൗഡ് കോവർക്കിൻ്റെ മോഡലും നമ്മുടെ സാധാരണ ഭാഷയിൽ നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം എങ്ങനെ കോഡ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ ആ രീതിയിൽ കോഡ് ചെയ്ത് തരുന്ന ആ ഒരു മോഡൽ നമ്മുടെ ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള IT കമ്പനികൾക്കെല്ലാം വലിയൊരു ഡിസ്ട്രക്ഷനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് പ്രൊവൈഡർ കമ്പനികളുടെ $300 ബില്യൺ വാല്യൂഷനാണ് ഈ ഒരു ദിവസം കൊണ്ട് കുറഞ്ഞതായിട്ട് നമ്മൾ കണ്ടത്. സാസ്പോക്കലിപ്സ് എന്നാണ് അവർ ഇതിനെ വിളിക്കുന്നത്, സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് കമ്പനികളുടെ അൾട്ടിമേറ്റ് ഡിസ്ട്രക്ഷൻ ഡേ. അപ്പോൾ ഇതുപോലെ തന്നെ ഡീപ് സീക്ക് പണ്ട് ചൈനയിലെ ആ ഒരു ഡീപ് സീക്ക് വളരെ കുറഞ്ഞ ആ ഒരു പവർ കൺസപ്ഷനിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു AI ബേസ്ഡ് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ ആ ഒരു NVIDIAയിൽ 17% ക്രാഷ് കണ്ടത്. അതുപോലെ നമ്മുടെ ഈ ഒരു ഡാറ്റാ സെൻറ്ററുകൾ അതുപോലെ പവറൊക്കെ ആയിട്ട് ബേസ് ചെയ്ത ഒരുപാട് കമ്പനികളിലും ആ ഒരു ടൈമിൽ ഒരു കറക്ഷൻ നമ്മൾ മാർക്കറ്റിൽ കണ്ടതാണ്. അപ്പോൾ ഇതിനെല്ലാം കാരണം ആ ഒരു AI കൊണ്ടുവരുന്ന മാറ്റങ്ങൾ മാത്രമല്ല, ഈ ഒരു AI ബൂം കാരണം ഉണ്ടായ ആ ഒരു മാർക്കറ്റിലുള്ള ആ ഒരു വാല്യുവേഷൻസ് കൂടാണ്. ബേസിക്കലി ഈ ഒരു AIയിലെ ആ ഒരു ലൂപ്പ് ഫണ്ടിങ്ങും ഉണ്ട്. നമ്മുടെ ആ ഒരു NVIDIA OpenAIയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന, OpenAI പ്ലാറ്റ്ഫോംസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, തിരിച്ച് NVIDIAയിൽ നിന്നുള്ള കാർഡുകൾ മേടിക്കുന്നു. അങ്ങനെ ഈ ഒരു NVIDIAയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തന്നെ ഓൾമോസ്റ്റ് $5 ട്രില്യൺ എത്തി. നമ്മുടെ ഇന്ത്യക്കാർ $5 ട്രില്യൺ എക്കണോമി എത്രയോ കാലം കൊണ്ട് സ്വപ്നം കണ്ട് നടക്കുകയാണ്. അപ്പോൾ ലോകത്തിൽ എനിക്ക് തോന്നുന്നു ആ ഒരു $5 ട്രില്യൺ നോമിനൽ GDP ഉള്ള രാജ്യങ്ങൾ തന്നെ ആ ഒരു ചൈനയും USA മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കമ്പനിയുടെ വാല്യൂഷൻ അത്രയും വലുതായിട്ട് എത്തുമെന്ന് വെച്ചാൽ ഈ ഒരു 2000-ലെ ബബിളുമായിട്ട് ഒരുപാട് പാറ്റേൺസ് റൈം ചെയ്യുന്നുണ്ട് ഈ ഒരു ബബിളിൽ. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഡിഫറൻറ്റുമാണ്. ഉദാഹരണത്തിന് നമ്മളെ പണ്ട് യാഹു ആ ടൈമിലൊക്കെ ലീഡ് ചെയ്തിരുന്ന യാഹുവിനാണെങ്കിൽ ഏണിങ്സ് എന്ന് പറഞ്ഞ സാധനമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കമ്പനികൾ ഈ ഒരു ലൂപ്പ് ഫണ്ടിങ് ഉണ്ടായാലും ഈ ഒരു NVIDIAക്കൊക്കെ ഏണിങ്സ് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ക്യാഷ് ഫ്ലോസും ഉണ്ട്. അതുപോലെ ഇതിലെ മെയിൻ കമ്പനികൾക്കെല്ലാം അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് അവർ ആ ഒരു ലെവലിൽ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഭാവിയിൽ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കമ്പനികളിൽ മിക്കവാറും വലിയൊരു കറക്ഷനോ ഒന്നും നമ്മൾ കാണത്തില്ല. പക്ഷേ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കും, എങ്ങനെ അവർ മോണിറ്റൈസ് ചെയ്യും, അതൊക്കെ നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു ബബിളിൽ ഒരുപാട് കമ്പനികൾ ഇറലവൻ്റ് ആയി പോകും എന്ന് പറഞ്ഞ് മാർക്കറ്റിൽ ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്നോ അല്ലെങ്കിൽ SIP ആയിട്ട് പൈസ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ആ ഒരു SIP നിർത്തണമെന്നോ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. പിന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുറച്ച് കാലത്ത് മാർക്കറ്റിൽ വന്ന ആൾക്കാർ, ഈ ഒരു കഴിഞ്ഞ ഒരു 10 വർഷം കുറച്ച് കാലം എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അപ്പോൾ ആ ഒരു സമയത്ത് മാർക്കറ്റിൽ വന്ന ഒരു V ഷേപ്പിലുള്ള ആ ഒരു ബെയർ മാർക്കറ്റുകൾ അല്ലെങ്കിൽ ഒരു കറക്ഷൻസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. പെട്ടെന്ന് മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ഫിയർ കാരണം മാർക്കറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം അതുപോലെ തന്നെ മുകളിലോട്ട് കയറി വരുന്നുണ്ട് പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കറക്ഷൻസ് മാത്രമല്ല മാർക്കറ്റിലുള്ളത്. മാർക്കറ്റിൽ നല്ല ടൈം എടുക്കുന്ന കറക്ഷൻസ് ഉണ്ട്. അതിന് U ഷേപ്പ് കറക്ഷൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബെയർ മാർക്കറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഫേസുകളും ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയാസിൽ വരുന്നതാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു കറക്ഷനിൽ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്ത് ആ ഒരു ബുൾ റൺ ഇപ്പോൾ ഉടനെ തുടങ്ങും, അല്ലെങ്കിൽ ഇപ്പോഴും നമ്മളൊരു ബുൾ മാർക്കറ്റിലാണ് എന്ന് പറയുന്ന ഒരു രീതി. അല്ലെങ്കിൽ ചില ആൾക്കാർ ഇപ്പോൾ PR സുന്ദറൊക്കെ ഇന്നാൾ പറയുന്നത് കേട്ടായിരുന്നു, ഈ ഒരു ടൈം കറക്ഷൻ ഒരുപാട് കാലം നീണ്ടു നിൽക്കും, SIP ചെയ്യുന്നവർ ചെയ്യരുത്. അപ്പോൾ അതുപോലെ ഈ ഒരു AI ബബിളിനെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഒരു സൈക്കിളിലാണ് മൂവ് ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മൊത്തത്തിലുള്ള കമ്പനികളുടെ ഏണിങ്സ് വളരെ ചെറിയൊരു ശതമാനത്തിലാണ് വളരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ലാർജ് ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ലാർജ് ക്യാപ് കമ്പനികളുടെ ഏണിങ്സ് വളരുന്നത് വളരെ ചെറിയൊരു ലോ സിംഗിൾ ഡിജിറ്റ്സിലാണ്. അപ്പോൾ ആ രീതിയിലുള്ള വളർച്ച മാത്രമേ നമ്മൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഡോളർ കോസ്റ്റ് ആവറേജിംഗ് എന്ന് പറയുന്ന കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലാതെ വലിയൊരു റിട്ടേൺസ് ഇപ്പോൾ നമ്മൾ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആയാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയാലും ഒക്കെ നല്ലൊരു റിട്ടേൺസ് മാർക്കറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു സൈക്കിളിൽ സഞ്ചരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈപ്ഡ് ആയിട്ടുള്ള വാല്യൂഷനിലോട്ട് മാർക്കറ്റ് പോകണം. അതുപോലെ തന്നെ ഒരു കംപ്ലീറ്റ് പെസിമിസത്തിൽ മാർക്കറ്റ് വളരെ ചെറിയൊരു പ്രൈസിലും ട്രേഡ് ചെയ്യണം. അങ്ങനെ ആ ഒരു വോളറ്റിലിറ്റി മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വലിയ റിട്ടേൺസ് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ബുൾ മാർക്കറ്റുകളും ബെയർ മാർക്കറ്റുകളും മാർക്കറ്റിൽ അത്യാവശ്യമാണ് നമുക്ക് നല്ല റിട്ടേൺസ് ഉണ്ടാക്കാൻ വേണ്ടി. ഈ ഒരു SIP ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമ്മൾ ഈ പറയുന്ന പോലുള്ള മാർക്കറ്റ് സൈക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പറയുന്ന 10% മുകളിലുള്ള ആ ഒരു വലിയ റിട്ടേൺസ് ഒക്കെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വലിയ കോർപ്പറേഷൻസിൻ്റെ ആ ഒരു ഗ്രോത്ത് റേറ്റ് ഉണ്ടല്ലോ, അത് ചെറിയ സിംഗിൾ ഡിജിറ്റ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ആ ഒരു റേഞ്ചിൽ മാത്രമേ നമ്മുടെ ആ ഒരു പൈസയും വളരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടെ നല്ലത്.
അപ്പോൾ ഈ ഒരു സൈക്കിൾസ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സൈക്കിൾസ് മാർക്കറ്റിൽ കാണും. നമ്മൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ലോങ് ടേമിലേക്ക് വേണ്ടിയായിരിക്കണം. ഇതൊരു ലോങ് ടേമിലോട്ടുള്ള പ്രോസസ്സാണ്, അല്ലാതെ ഷോർട്ട് ടേം റിട്ടേൺസിന് വേണ്ടിയുള്ള പരിപാടിയല്ല. ഇപ്പോൾ നമ്മൾ PR സുന്ദർ പറയുന്ന കണക്ക് 3-4 വർഷം നമുക്ക് ചിലപ്പോൾ റിട്ടേൺസ് കിട്ടി കാണത്തില്ല. ഞാൻ മാർക്കറ്റിൽ വന്ന സമയത്ത് 2011, 12, 13, 14 കാലഘട്ടങ്ങളിൽ എനിക്കൊന്നും ഒരു റിട്ടേൺസ് മാർക്കറ്റ് തന്നിട്ടില്ല. പക്ഷേ ആ ഒരു ടൈംസിൽ പതിയെ നല്ല അസറ്റുകൾ അക്യുമുലേറ്റ് ചെയ്ത ആൾക്കാർ ഒരുപാട് റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്ത ആൾക്കാർ. അപ്പോൾ ഇതുപോലുള്ള ആ ഒരു അവസരങ്ങളിൽ മാർക്കറ്റിൽ നല്ല രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് ആ ഒരു അസറ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അല്ല നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ SIP ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ചെറിയ ആ ഒരു കോസ്റ്റിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടായാലും ആ ഒരു സ്റ്റോക്കുകളൊക്കെ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വഴി വാങ്ങാൻ പറ്റുന്നൊരു ടൈമാണ് എന്നുള്ളത് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ആ ഒരു വേറുള്ള രാജ്യങ്ങളിലൊക്കെ കണ്ട കണക്കുള്ള വലിയ ലോങ് ടേം ആയിട്ടുള്ള ബെയർ മാർക്കറ്റിൽ ഇന്ത്യയിൽ വരണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമ്മുടെ രാജ്യവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കോർപ്പറേഷൻസും ബിഹേവ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഫ്രാക്ടൽ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ IPO ഓപ്പൺ ആവുന്നത് 9-ാം തീയതിയാണ്, ക്ലോസ് ചെയ്യുന്നത് 11-ാം തീയതി. 12-ാം തീയതി ആ ഒരു IPOയുടെ കാര്യങ്ങളൊക്കെ ഫൈനലൈസ് ആവും. അതുപോലെ 16-ാം തീയതി ആയിരിക്കും ഈ ഒരു കമ്പനി മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നത്. ഇതൊരു 2834 കോടി രൂപയുടെ IPO ആണ്. ആക്ച്വലി ഇതൊരു 4900 കോടി രൂപയുടെ IPO ആയിട്ടാണ് അവർ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് കണ്ടീഷൻ വെച്ചിട്ട് അവർക്ക് ഇത്ര വലിയൊരു ഫണ്ടിങ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുമെന്ന് അവർക്ക് തോന്നിയില്ല. അതുകൊണ്ടായിരിക്കും അവർ IPO സൈസ് കുറച്ചത്. ഈ ഒരു 2834 കോടിയിൽ 1023 കോടി ഫ്രഷ് ഇഷ്യൂവും 1814 കോടിയോളം ആ ഒരു ഓഫർ ഫോർ സെയിലുമാണ്. അതിൻ്റെ പ്രൊമോട്ടേഴ്സ്, അതിൻ്റെ കുറച്ച് പ്രൊമോട്ടേഴ്സ് അതിൻ്റെ ഷെയർസ് സെല്ല് ചെയ്യുകയാണ്. അവർ ഈ ഒരു ഫ്രഷ് ആയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് റേസ് ചെയ്യുന്ന ഒരു 1023 കോടി രൂപയിൽ 265 കോടി രൂപ ഒരു ഡെറ്റ് റീപേയ്മെൻറ്റിനും അതുപോലെ 178 കോടി രൂപ അവരുടെ ആ ഒരു ക്യാപെക്സിനും അതുപോലെ ഈ ഒരു 358 കോടി രൂപ അവരുടെ ഒരു ഫ്രാക്ടൽ ആൽഫ എന്ന് പറഞ്ഞ അവരുടെ സബ്സിഡറിയിൽ അവർ R&Dക്കൊക്കെ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഫ്രാക്ടൽ ആൽഫയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ബേസിക്കലി 2 സബ്സിഡറികളാണുള്ളത്. ഫ്രാക്ടൽ A എന്ന് പറഞ്ഞ സബ്സിഡറി, അതാണ് അവരുടെ 98% ആ ഒരു റവന്യൂ കൊണ്ടുവരുന്ന ആ ഒരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അവരുടെ ആ ഒരു ഭാഗം. അതുപോലെ ഈ ഒരു ഫ്രാക്ടൽ ആൽഫയാണ് അവരുടെ ഒരു പുതിയ മോഡൽ AI പ്രോഡക്ട്സുകളൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സബ്സിഡറി ഇപ്പോഴും നഷ്ടത്തിലാണ്. അപ്പോൾ അവരുടെ ബിസിനസ് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ഫ്രാക്ടൽ AI എന്ന് പറഞ്ഞ ഒരു സബ്സിഡറിയിൽ എന്താണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കമ്പനിയുടെ തുടക്കം മുതൽ നമ്മൾ അറിയണം. ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 2000-ലാണ്. 2000-ൽ ഒരു 6 സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ ഒരു കമ്പനിയാണിത്. അന്ന് അവർ ആദ്യം ചെയ്ത ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICICI ബാങ്കിൽ ഈ ഒരു ലെൻഡിങ്ങിന് ഈ ഒരു ക്ലയൻസിൻ്റെ ആ ഒരു ഡേറ്റ വെച്ചിട്ട് അവർ ഓട്ടോമേറ്റഡ് ആയിട്ടുള്ളൊരു രീതി കണ്ടുപിടിക്കുകയാണ്. നല്ലൊരു ആ ഒരു ലെൻഡിങ്ങിൽ നല്ല ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ആ ഒരു ക്ലയൻസിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്ത് ആ ഒരു കമ്പനിക്ക് അവരുടെ ആ ഒരു പ്രോഡക്റ്റ്, അതായത് ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടി ആണ് ഈ ഒരു കമ്പനി സഹായിക്കുന്നത്. അപ്പോൾ വലിയ എൻ്റർപ്രൈസുകൾക്ക് വേണ്ടിയിട്ട് ഇവർ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ അനാലിറ്റിക്സ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇവർ. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രോഡക്റ്റുകളുടെ ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യാൻ, പ്രൈസ് ചെയ്യാൻ, കറക്റ്റായിട്ട് മാർക്കറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഓരോ പ്രോഡക്റ്റുകളിലുള്ള റിസ്ക്കുകൾ മെഷർ ചെയ്യാനൊക്കെ അവരുടെ ഈ ഒരു ഡാറ്റ അനാലിസിസ് യൂസ് ചെയ്യുക. ഇവരുടെ മെയിനായിട്ടുള്ള ടോപ്പ് 10 ക്ലയൻസിൽ നിന്നാണ് അവരുടെ 54% റവന്യൂസ് വരുന്നത്. സിറ്റി, കോസ്കോ, ഫിലിപ്സ്, അങ്ങനെ കുറച്ച് മെയിൻ കമ്പനികൾ ഇവരുടെ ക്ലയൻസ് ആണ്. അതുപോലെ ഇവരുടെ റവന്യൂസിൻ്റെ 65% വരുന്നത് US നിന്നാണ്. അപ്പോൾ US-ഉമായിട്ട് ഈ ഒരു കമ്പനിക്ക് നല്ല ഡിപ്പെൻഡൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസും വാല്യൂഷൻസും ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനി ബേസിക്കലി പ്രോഫിറ്റബിൾ ആവുന്നത് 2025-ലാണ്. യഥാർത്ഥത്തിൽ അവരുടെ ആ ഒരു എക്സെപ്ഷണൽ ആയിട്ടുള്ള ആ ഒരു ഗെയിൻസ് കാരണമാണ് ആ ഒരു 2023 പ്രോഫിറ്റബിൾ ആയിട്ട് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു കമ്പനി യഥാർത്ഥത്തിൽ പ്രോഫിറ്റബിൾ ആവുന്ന ഈ ഒരു 2025 തൊട്ടാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ 2025 ആ ഒരു 220 കോടി എന്നുള്ള വാല്യൂഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ PE വരുന്ന ഓൾമോസ്റ്റ് 70 PE അടുപ്പിച്ചാണ്. അതുപോലെ ഇപ്പോഴത്തെ ആ ഒരു 70 crore എന്ന് പറഞ്ഞ ആ ഒരു ഈ ഹാഫ് ഫൈനാൻഷ്യൽ ഇയർ ഉണ്ടല്ലോ 2026, അത് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 140. അപ്പോൾ 140-ൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 110 ഒക്കെയാണ് ഈ ഒരു കമ്പനിയുടെ PE വരുന്നത്. പിന്നെ ഇവരുടെ വാല്യൂഷൻസ് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ പറ്റിയ ഇന്ത്യയിലെ കമ്പനികളൊന്നുമില്ല. അപ്പോൾ ഇവർ തന്നെ ഇവരുടെ കമ്പനി ഒരു ആസ്പിറേഷണലായിട്ട് നോക്കി കാണുന്ന കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ പലൻഡിർ ടെക്നോളജീസ് ആണ്. നമ്മൾ ഷാഡോ ഫാക്സിൻ്റെ IPOയുടെ സമയത്ത് പറഞ്ഞായിരുന്നു അവരുടെ ആ ഒരു കമ്പനി ഇൻസ്പിറേഷൻ എടുക്കുന്ന ആ ഒരു ചൈനീസ് SF എക്സ്പ്രസ് എന്ന് പറഞ്ഞ കമ്പനി പോലെ തന്നെ ഇവർ ഈ ഒരു കമ്പനിയുടെ ഇൻസ്പിറേഷൻ എടുക്കുന്ന ഒരു US ബേസ്ഡ് കമ്പനിയുണ്ട്, പലാൻഡിർ ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരുടെ വാല്യൂഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ വാല്യൂഷൻസ് വളരെയധികം എക്സ്പെൻസീവാണ്. അവർ 83 ടൈംസ് സെയിൽസും അതുപോലെ 250 PE-ലും ഒക്കെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി
കുറച്ചുകൂടെ ചീപ്പായിട്ട് ട്രേഡ് ചെയ്യാമെന്ന് പറയാം. പക്ഷേ എന്നാലും ഈ ഒരു കമ്പനി ആക്ച്വലി പ്രോഫിറ്റബിൾ ആയത് ആദ്യമായിട്ട് 2025 അതും വെറും 220 കോടി രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ വരുന്നത് 15,500 കോടി അടുപ്പിച്ചാണ്. അപ്പം അങ്ങനെയുള്ള വാല്യൂഷൻ ഈ ഒരു കമ്പനിക്ക് ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ളതാണ്. ഈ ഒരു കമ്പനിക്ക് 28ഓളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് അവർക്കുണ്ട്. അതുപോലെ 28ഓളം ഇനി അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു കേപ്പബിലിറ്റീസ് ഒരിക്കലും ഈ ഒരു പലന്റ് ടെക്നോളജീസിൻ്റെ ലെവൽ വരത്തില്ല. ആ ഒരു പലന്റ് ടെക്നോളജീസ് തന്നെ ഈ ഒരു AI ബൂമിൽ എക്സ്ട്രീമായിട്ടുള്ള വാല്യൂഷനിൽ എത്തി നിൽക്കുന്ന കമ്പനി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു AI ബൂമിൽ പല കമ്പനികളും അവരുടെ ആ ഒരു അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് അവരുടെ ആ ഒരു ലൂപ്പ് ഇൻവെസ്റ്റിംഗ് കൊണ്ടായിരിക്കും വേറൊരു കമ്പനിയെ അവർ ഒരുപാട് പൈസ ഇടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനി നമ്മുടെ പ്രോഡക്റ്റിൽ മേടിക്കുന്നു. അപ്പോൾ ഉദാഹരണത്തിന് OpenAIയിൽ $100 ബില്യൺ NVIDIA ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ OpenAI പിന്നെ അവരുടെ ആ ഒരു ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ വലുതാക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫിക് കാർഡ് അല്ലെങ്കിൽ അവരുടെ പ്രോസസ്സറുകൾ അവർ NVIDIA എന്ന് മേടിക്കുന്നു. അപ്പോൾ അങ്ങനെ അക്കൗണ്ടിങ് പ്രോഫിറ്റ്സ് ഓൾറെഡി ഉള്ള കമ്പനികൾ, ഇപ്പോൾ ഈ NVIDIA പോലുള്ള കമ്പനികൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അങ്ങൊരു വലിയൊരു ഡീഗ്രേഡേഷൻ മാർക്കറ്റ് വാല്യൂഷനിൽ വലിയൊരു ഡീഗ്രേഡേഷൻ സംഭവിക്കത്തില്ല. അന്നത്തെ പല കോർപ്പറേഷൻസിലും സംഭവിച്ച കണക്ക് ലോങ് ടേമിലേക്ക് ഒരു ടൈം കറക്ഷൻ മാത്രമേ സംഭവിക്കത്തുള്ളൂ. നമ്മുടെ ഇൻഫോസിസിലായാലും കറക്ഷൻ ഉണ്ടെന്നാലും ലോങ് ടേം നമ്മൾ ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു ടൈം കറക്ഷനാണ് അവിടെ സംഭവിച്ചത്. നമ്മൾ ഒരുപാട് കൊല്ലത്തെ റിട്ടേൺസ് ആണ് അവിടെ ഇല്ലാതായത്. അതുപോലെ ആമസോൺ. അപ്പോൾ ചില കമ്പനികൾ വലിയ രീതിയിൽ ഈ ഒരു കാര്യത്തിൽ വിജയിക്കുന്ന കമ്പനികൾ വലിയ രീതിയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കണമെന്നുമില്ല. പക്ഷേ ഇങ്ങനെ ക്യാഷ് ഫ്ലോസ് ഉണ്ടാക്കാത്ത കമ്പനികൾ, ഒരുപാട് കമ്പനികൾ ആ ഒരു .com സമയത്ത് തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഈ ഒരു AI ബൂമിലും ഇല്ലാതായി പോകുന്ന കമ്പനികൾ ഉറപ്പായിട്ടും കാണും, ഒരുപാട് കമ്പനികൾ കാണും. അപ്പോൾ നമ്മൾ ബേസിക്കലി അങ്ങനെയുള്ള കമ്പനികളിൽ കഴിവതും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. പിന്നെ ഈ ഒരു IPO ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 15% 20%ഓളം ഗ്രേ മാർക്കറ്റിൽ ഇപ്പോൾ പ്രീമിയം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രീമിയം അതുപോലെ നിൽക്കുന്നുണ്ടെങ്കിൽ, വേറൊരാൾ ആ ഒരു വില കൊടുക്കാൻ റെഡി ആവുന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷേ ലോങ് ടേമിലേക്ക് ഇതുപോലുള്ളൊരു വാല്യൂഷൻ ഇതുപോലൊരു കമ്പനിക്ക് ജസ്റ്റിഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ്. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിൽ നമ്മൾ ഇതുപോലുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് നാളത്തേക്കുള്ളൊരു റിട്ടേൺസിന് വേണ്ടിയല്ല, കുറച്ച് നാളത്തേക്കുള്ള റിട്ടേൺസ് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ആ ഒരു മൊമെൻറ്റത്തിനനുസരിച്ച് മുകളിലോട്ടോ എത്ര വേണമെങ്കിലും പോകാം, അതുപോലെ താഴോട്ടും എത്ര വേണമെങ്കിലും പോകാം. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നമ്മൾ എക്വിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് എപ്പോഴും ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം. ആ ലോങ് ടേമിലേക്ക് ഈ ഒരു വാല്യൂഷൻസ് ഈ ഒരു കമ്പനിയുടെ ജസ്റ്റിഫൈഡ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ. ഈ ഒരു കമ്പനി ആ ഒരു പലന്റ് ടെക്നോളജീസ് ചെയ്ത കണക്ക് തന്നെ അവരുടെ ആ ഒരു റവന്യൂസ് വലിയ രീതിയിൽ എക്സ്പെൻസ് കൂട്ടാതെ തന്നെ വളർത്താൻ പറ്റും എന്നൊക്കെ മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാത്തവർ ഇതുപോലുള്ളൊരു കമ്പനി ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി അവോയ്ഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്.